ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പ്രഭേനെയും കാഞ്ചനേനെയാണ്. അപ്പോൾ രണ്ടുപേരും പുറത്തിരിക്കുക കേട്ടോ. അമ്മേ, എനിക്ക് ഉറക്കം വരുന്നു. ശ്ശോ, എന്തൊരു വിധിയായത്! ഇത്തിരി പോകുന്നൊരു കുഞ്ഞിനെ പേടിച്ച് നമ്മൾ ജീവിക്കണോ എന്ന് ചോദിച്ചു. അവളുടെ ഒരു കാര്യം. അപ്പോൾ കാഞ്ചന വേഗം തന്നെ എഴുന്നേറ്റ് നേരെ വാതിലിൽ പോയി മുട്ടുകയാണ്. അപ്പം വാതിലൊന്ന് തുറന്നേ, അച്ഛ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞു. നട്ട പാതിരയായി, ഒന്ന് വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ കാഞ്ചന വാതിലിട്ട് ഇടിയോടിടി. അച്ഛ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ പ്രഭയും വലിച്ചു കയറുവാണ് കേട്ടോ. എന്തിനായി കിടന്ന് ഒച്ച വെക്കുന്നത് എന്ന് ചോദിച്ചു. മുത്തശ്ശൻ വന്നു. അച്ഛനാ, ഞങ്ങൾക്ക് അകത്തേക്ക് കയറണം എന്ന് പറഞ്ഞു. അച്ഛനാ അതേ ഇവൾ വളം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇവളുടെ വല്യമ്മയുടെ പ്രായമില്ലേ, എന്നിട്ടാണോ അവൾ എന്നോട് ഇങ്ങനെ കാണിക്കാൻ കൊള്ളാവോ എന്ന് ചോദിച്ചു പ്രഭ. അപ്പം ഉടനെ തന്നെ നമ്മുടെ ജാനകിക്കുട്ടി ചോദിക്കുകയാണ്, അതെ മീനു ആൻറ്റിക്ക് നമ്മുടെ പ്രഭാൻറ്റിയുടെ മോടെ പ്രായമല്ലേ ഉള്ളൂ, അപ്പോൾ മീനു ആൻറ്റിയോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കണം. അച്ഛൻ കേട്ടില്ലേ, അവൾ തർക്കുത്തരം പറയുന്നത് കേട്ടില്ലേ? എന്തിനാ, ജാനു പറഞ്ഞത് കാര്യമല്ലേ? പിന്നെന്താ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് ദ്രോഹമാണ് മീനുവിനോട് കാണിക്കുന്നത്? ഇവളുടെ കാര്യം വിട്, നീ ഒരു അമ്മയല്ലേ, വിവരവും പക്വതയും കാണിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രഭ മിണ്ടാതെ നിൽക്കുക. ചെറിയ കുട്ടികളെ പോലെയാണ് നീ പെരുമാറുന്നത്. നീ എന്തൊക്കെ കാണിക്കുന്നത് പ്രഭേ? നിനക്ക് വല്ല വെളിവുണ്ടോ? അയ്യോ, അങ്ങനെ പറയല്ലേ മുത്തശ്ശ, ചെറിയ കുട്ടികൾക്ക് തന്നെ അത് നാണക്കേടാ. എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ആദ്യമൊക്കെ സംഭവിച്ചത് എനിക്ക് മനസ്സിലുള്ളിടത്തോളം കാലം എനിക്ക് തലയിലെടുത്ത് വെക്കാൻ കഴിയില്ല. നിങ്ങൾ തലയിലെടുത്ത് വെക്കണ്ട, പക്ഷേ നിങ്ങൾക്കൊന്ന് ഉപദ്രവിക്കാതിരുന്നൂടെ? നിങ്ങളുടെ നാക്കൊന്ന് അടക്കി വെച്ചൂടെ എന്ന് ചോദിച്ചു. നിങ്ങളവളെ സ്നേഹിക്കണ്ട, പക്ഷേ ദയവ് ചെയ്ത് അവളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു മുത്തശ്ശൻ. ഉപദ്രവിച്ചാൽ അറിയാലോ, ഇതിനേക്കാൾ വലിയൊരു ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു പാവത്തിനെ ഉപദ്രവിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? പിന്നെ ഒന്നും അറിയാത്ത ഒരു പാവം. മുത്തശ്ശൻ മാറിയതേ, ഞങ്ങൾ ഉറങ്ങണം എന്ന് പറഞ്ഞു. നിൽക്ക എന്ന് പറഞ്ഞ ജാനൂട്ടി കൈ വെച്ചു കേട്ടോ. എങ്ങോട്ടേക്കാണ് പോണ രണ്ടൂടെ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാതെ നിൽക്കുക. മീനു ആൻറ്റീനെ ഇനി വഴക്ക് പറയില്ല, ഉപദ്രവിക്കില്ല എന്ന വാക്ക് തന്നാലേ രണ്ടിനെയും കൂടെ ഞാൻ ഉറങ്ങാനായിട്ട് അകത്തേക്ക് വിടൂ എന്ന് പറഞ്ഞു. അപ്പം മിണ്ടാതിരിക്കുക കേട്ടോ രണ്ടുപേരുടെ. എന്ത് പറയാനാ, വാക്ക് കൊടുത്തേക്ക്. ഇല്ലെങ്കിലുണ്ടല്ലോ ജാനു ഈ ജന്മത്തെ നിങ്ങളെ രണ്ടുപേരെയും ഉറങ്ങാൻ വിടില്ല. അറിയാലോ പട്ടാളം ജാനുവിൻ്റെ സ്വഭാവം എന്ന് ചോദിച്ചോ. ഇനി ഞങ്ങൾ അവളെ ഉപദ്രവിക്കില്ല, വഴക്കം പറയില്ല എന്ന് പറഞ്ഞു. വാക്ക് വെരി ഗുഡ്. വാക്ക് തെറ്റിച്ചാൽ അറിയാലോ, മുത്തശ്ശൻ്റെ വകയായിരിക്കും ഇനി ശിക്ഷ വരുന്നത്. ഇനി ഞാൻ പറയണ്ടല്ലോ. അമ്മ വാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭ കാഞ്ചന പ്രഭയും വിളിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ്. ഒരു തരത്തിൽ അകത്ത് കയറിപ്പറ്റി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതേണ്ട, പണ്ടൊക്കെ തെറ്റ് ചെയ്യുന്നതിന് നമ്മുടെ മുതിർന്നവരെ കുട്ടികളെ ശിക്ഷിക്കും. പക്ഷേ ഇപ്പം കാലം മാറിയിട്ടോ. ഇപ്പം മുതിർന്നവരെ കുട്ടികൾ ശിക്ഷിക്കേണ്ട അവസ്ഥയായി. കഷ്ടം തന്നെ. ഇനിയെങ്കിലും മീനു ആൻറ്റി അവർ വഴക്ക് പറയാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ മുത്തശ്ശ? നമുക്ക് നോക്കാം മോളെ വിഷമിക്കണ്ട. മോള് വാ, നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ പിറ്റേ ദിവസമാണ് കാണുന്നത്. അപ്പോൾ അതേണ്ട കാഞ്ചന രാവിലെ തന്നെ പണി തുടങ്ങി. അപ്പോൾ കുറേ തുണി എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. എന്താ ഇത്, അലക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇത് മതിയോ അമ്മേ? ഇത്രയും കൊടുത്താൽ മതിയോ മീനുവിന് അലക്കാൻ കൊടുക്കാനായിട്ട്? ഓ, അവക്കായിരുന്നോ? അവക്ക് പണി കൊടുക്കാനാണോ? ജോലി ചെയ്യിക്കാനാണെങ്കിൽ ഇത്തിരി കൂടിയൊക്കെ ആവാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവളുടെ കഴുത്തി മുറിവുള്ളപ്പം അലക്കാൻ വലിയ പ്രയാസമായിരിക്കും, വേദന കൂടും. പിന്നെ അവൾ കരയുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അതെ, മീനുവിനെ ഉപദ്രവിക്കില്ല, വഴക്ക് പറയില്ല എന്നൊക്കെ രാത്രി പട്ടാളത്തിന് വാക്ക് കൊടുത്തതാ, അത് മറന്നു പോവല്ലേ. അവളറിഞ്ഞാൽ നിന്റെ കഥ കഴിക്കും, അറിയാലോ. പട്ടാളം അറിയാനൊന്നും പോകുന്നില്ലമ്മേ, നല്ല ഉറക്കത്തില്ല, ആളെ എഴുന്നേറ്റിട്ട് പോലും ഇല്ല. അപ്പം മീനു എന്ന് വിളിച്ചു. അപ്പം മീനു ഇതേണ്ട അങ്ങോട്ടേക്ക് വരാം കേട്ടോ. എന്താ എന്ന് ചോദിച്ചു. എന്നെ വിളിച്ചില്ലേ? ആഹാ, ഉണ്ടു ഉറങ്ങി ഇവിടെ ഇരുന്നാൽ മതിയോ? ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യുമെന്ന് ഓർത്താ? നിൻ്റെ അമ്മയെ എവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ? ദേ, എൻ്റെ അമ്മയെ പറയല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, അമ്മയെ പറയുന്നേ ഇല്ല. ചെയ്യേണ്ട ജോലികൾ നീ തന്നെ അങ്ങ് ചെയ്തേച്ചാൽ മതി എന്ന് പറഞ്ഞു. ദേ, ഈ തുണിയൊക്കെ ഒന്ന് അലക്കി ഒന്ന് ഉണക്കാനിട എന്ന് പറഞ്ഞു. എനിക്ക് നല്ല വേദനയുണ്ട്, എനിക്ക് അലക്കാൻ ബുദ്ധിമുട്ടാ. എന്ത് ബുദ്ധിമുട്ട് നിനക്ക്? ഇത്തിരി പോകുന്ന ഒരു മുറിവുണ്ട്. പറയുന്നത് കേട്ടാൽ തോന്നാം മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണെന്ന്. ചെന്നലക്കടി എന്ന് പറഞ്ഞു കാഞ്ചന. അപ്പോൾ അവസാനം വേറെ വഴിയൊന്നുമില്ലാതെ മീനുതയുടെ ബക്കറ്റൊക്കെ കയ്യിലെടുത്തു കേട്ടോ. അപ്പോൾ കയ്യിലെടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സമയത്താണ് നമ്മുടെ പട്ടാളം ജാനൂട്ടി എഴുന്നേറ്റ് വരുന്നത്. എഴുന്നേറ്റ് വന്ന് 2 റൗണ്ട് അവിടെ കസേരയ്ക്ക് ചുറ്റുമൊക്കെ കളിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേനും കാഞ്ചനയുടെ വിധം മാറി. കാഞ്ചന വേഗം ഓടിച്ചെന്നിട്ട്, മീനു
മോളെ ഞാൻ പറയുന്ന കേക്ക് മോളെ, ഈ തുണി ഒന്നും കഴുകണ്ട കേട്ടോ, ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് വേഗം വാങ്ങി. നിന്റെ കഴുത്ത് വേദനിക്കില്ലേ മോളെ? പണിയൊക്കെ ചെയ്യുന്നത് മുറി ഉണങ്ങിയതിന് ശേഷം മാത്രം മതി. ചേച്ചി പറയുന്ന കേക്ക് മോളെ, ഇങ്ങനെ വാശി പിടിക്കല്ലേ എന്ന് കാഞ്ചനയുടെ ഉഗ്രം പെർഫോമൻസ് നടക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പട്ടാളം ജാനുട്ടി പതുക്കെ അകത്തേക്ക് കയറി പോവാണ്. ഇത് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും അവളുടെ കയ്യിലേക്ക് ബക്കറ്റ് കൊടുത്തു. ദാ പിടിക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നീ ഞാൻ പറയുന്ന കേക്ക്, മുറിയിൽ പോയി റെസ്റ്റ് എടുക്കുക. അപ്പോൾ വീണ്ടും ജാനു വന്നപ്പോഴത്തേനും വീണ്ടും പറഞ്ഞോണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അയ്യോ മീനു, നീ പറയുന്നതൊന്ന് കേക്ക് മോളെ, ഞാൻ ഇളക്കിക്കൊള്ളാം, നീ മുറി കയറി ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയല്ല, ഇതേണ്ട വീണ്ടും ജാനൂട്ടി കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ വിധം വീണ്ടും മാറി. അവൾ പോയി എന്ന് പ്രഭ പറഞ്ഞപ്പോഴത്തേനും എവിടെ പോവാ, കൊണ്ടുപോയി അലക്കടി. അവള് ഇതേ കഴുത്തിന് വേദനയാണെന്നാണ് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടുണ്ടല്ലോ, കഴുത്ത് ഓടിച്ചു കളയണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവസാനം മീനു അതുകൊണ്ട് ചെല്ലുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഇനി ജാനു എന്താണെങ്കിലും ഇങ്ങോട്ട് വരില്ല. എൻ്റെ പെർഫോമൻസ് കണ്ട അവൾ അങ്ങ് മയങ്ങിപ്പോയി കാണും. എന്താണെങ്കിലും ഇനിയിപ്പം നമ്മുടെ കണ്ടാലും പ്രശ്നമൊന്നുമില്ല, ഞാൻ അതുപോലെയല്ലേ പെർഫോമൻസ് ചെയ്തത്. എന്താണെങ്കിലും നീ ജാനുവിൻ്റെ മുന്നിൽ പെർഫോം ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാഞ്ചനെ എന്ന് പറഞ്ഞ് പ്രഭയും അപ്രിഷ്യേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മീനു ഇതേ ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ എന്ന് വിളിച്ചുകൊണ്ട് അർജുൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതെന്താ, ജോലിക്ക് പോയതല്ലേ, ഇത്ര വേഗം തിരിച്ചു വന്നോ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. ജോലിക്ക് പോയിരുന്നു, പക്ഷെ വരണമെന്ന് തോന്നി, അതാ തിരികെ വന്നത് എന്ന് പറഞ്ഞു. അല്ല ഇപ്പം വേദനയുണ്ടോ എന്ന് ചോദിച്ചു. ചെറുതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെ, മുറിവ് ഉണങ്ങിയിട്ടില്ല, അതിനും വെച്ചോണ്ട് എങ്ങനെയാ തുണി കഴുകുക, വേദന കൂടില്ലേ? സാരമില്ലെന്നോ, അതെങ്ങനെ ശരിയാവും? തുണി ഞാൻ ഇറക്കിക്കോളാം, താൻ ചെന്ന് വിശ്രമിക്കുക. വേണ്ടാന്നേ, ആരെങ്കിലും കണ്ടാലിപ്പോൾ എന്താ ചോദിച്ചാലേ ഞാൻ തന്നെ മറുപടി പറഞ്ഞോളാം, താനങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. വേണോന്നേ എന്ന് പറഞ്ഞു മീനുവിനെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. താനെന്തിനാ നോക്കി നിൽക്കണത്, താൻ കയറിപ്പോയിക്കോ എന്ന് പറഞ്ഞു. പോയി വിശ്രമിക്കുക. വേണ്ട, ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. ശരി, താനവിടെ നിന്നോ. അപ്പം തുണിയലൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ഒരു നടുവേദന, പെണ്ണുങ്ങളെ സമ്മതിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അർജുൻ. അപ്പം നിൽക്കുക, എന്താ നേരത്തെ വന്നത്? നിൻ്റെ മുറി ഉണങ്ങുന്നത് പോലെ നിന്നെ കൊണ്ട് ഞാൻ ഒരു ജോലിയും ചെയ്യിക്കില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു കേട്ടോ. അത് മനഃപൂർവ്വം തന്നെയാണ് വന്നത് എന്ന് പറഞ്ഞ് അർജുൻ ഇങ്ങനെ ജോലിയെല്ലാം ചെയ്യുകയാണ്. അപ്പം മീനു അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മീനുവിൻ്റെ നിൽപ്പ്. പിന്നെ നമ്മൾ കാണുന്നത് അഖിലയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പം മാലു ഉണ്ട്. അപ്പം മുത്തശ്ശി പറയാണ്, ഏതാ അവൻ, അഖിലയെ ദ്രോഹിച്ച് അവനെ വെറുതെ വിടാൻ പാടില്ല മാലു, ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. മനസമാധാനം പോയല്ലോ എൻ്റെ ദൈവമേ, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പം അഖില അങ്ങോട്ടേക്ക് വരുവാ. എന്താ നിങ്ങളുടെ പ്രശ്നം? അത് മറന്നേക്കുന്ന നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കണത്? നിങ്ങൾ രണ്ടുപേരുടെ ഇരിപ്പ് കണ്ടിട്ട് അച്ഛൻ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ല മോളെ, അവൻ പറഞ്ഞതനുസരിച്ച് ആ വീഡിയോയുടെ കോപ്പി അവൻ്റെ കൈ കാണുമോ? എൻ്റെ പേടി അതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അവൻ അത് പുറത്ത് വിടുന്നതിന് മുൻപ് അവനെ പിടികൂടണം എന്ന് മുത്തശ്ശിയും പറഞ്ഞു. അതെ, ഇല്ലെങ്കിലുണ്ടല്ലോ രാജേന്ദ്രനോട് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കണം, അതാ നല്ലത്. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? അതെ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക. ഇത് പുറത്തറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ഓർത്ത് നോക്കിയേ. എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരുടെ എന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് എന്ന് പറഞ്ഞു. മോളെ, അതെ, നിങ്ങൾ പേടിക്കണ്ട, അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, അവൻ ചുമ്മാ പറയുന്ന പേടിപ്പിക്കുന്നതാ. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം അവൻ തന്നെ പുറത്ത് വിട്ടേനെ. കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. അതെ, ഇനി നിങ്ങളായിട്ടിത് കുത്തിപ്പൊക്കി നാട്ടുകാരെ കൂടി അറിയിക്കരുതേ. എനിക്കിപ്പോൾ ഒരിക്കലും ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. മോളെ, നീ ഞങ്ങളുടെ മോളായിപ്പോയില്ലേ, അതല്ലേ എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയണില്ല. ചിന്തിക്കണ്ട, അമ്മ ദയവ് ചെയ്ത് നിങ്ങളിത് അച്ഛനെയോ മറ്റുള്ളവരെയോ അറിയിക്കരുതേ. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി അമ്മ എങ്ങനെ ഇരിക്കുക? ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അത് അർജുനേട്ടൻ നോക്കിക്കോളും. അർജുനേട്ടൻ അതിന് എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. എല്ലാം അവസാനിച്ചോ, നിങ്ങൾ വിഷമിക്കാതിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുമില്ല, ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടുമില്ല, മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്നിട്ട് അഖില എഴുന്നേറ്റ് നേരെ പോവാണ്.
അതെ, രണ്ടുപേരും ഒന്ന് ഉഷാറായിക്കേ. ഇനി നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന കണ്ടാലേ എൻ്റെ വിധം മാറും കേട്ടോ, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അഖില അങ്ങ് എഴുന്നേറ്റ് പോയി കേട്ടോ. അപ്പം മാലുവും അമ്മയും ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അമ്മേ, അവള് നമ്മുടെ മുന്നിൽ അഭിനയിക്കുക അമ്മേ. എന്താണെങ്കിലും അവൾക്ക് സങ്കടമുണ്ട്. ആ നശിച്ചവൻ്റെ കയ്യിൽ എന്താണെങ്കിലും അവൻ്റെ കയ്യിൽ ആ കോപ്പി കാണുമോ എന്നുള്ള പേടി അവൾക്കുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. എന്താ മാലു നമ്മളിപ്പോൾ ചെയ്യുക? ഓർക്കുമ്പോൾ തന്നെ എന്തോ ഒരു പേടി തോന്നുക. ഒരു കാര്യം ചെയ്യാം, എന്തായാലും അവൻ ഉദ്ദേശിച്ചത് നടന്നില്ലല്ലോ, അത് രക്ഷപ്പെട്ടു. പക്ഷേ അതിൻ്റെ ദേഷ്യത്തിന് ഇനിയിപ്പം അവൻ എന്തെങ്കിലും അഖിലയെ ചെയ്യുമോന്നായി എൻ്റെ പേടി എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഇനി കുറച്ച് ദിവസത്തേന് അവളെ പുറത്തേക്ക് എങ്ങും വിടണ്ട, അവൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, കോളേജിലൊന്നും പോകണ്ട തൽക്കാലം എന്ന് പറഞ്ഞു. നടന്നതൊക്കെ നീ ഒരു കാര്യം ചെയ്യുക, രാജേന്ദ്രനോട് പറയുന്നതാ ബുദ്ധി, നീ അവനോടൊന്ന് സൂചിപ്പിച്ചേരേ. അതെ, തൽക്കാലം അവനോട് പറഞ്ഞ കാര്യം അഖില അറിയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം മാലു സമ്മതിച്ചു. അപ്പോൾ അവർ പറയാൻ തീരുമാനിച്ചു കേട്ടോ. എൻ്റെ ഈശ്വര കാത്തോണേ എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനുമാണ് പിന്നെ നമ്മുടെ കാഞ്ചനേനെയും പ്രഭയെ കാണുന്നത്. ഹോ, അങ്ങനെ ഇനി എന്ത് പണിയാണ് നമ്മൾ മീനുവിന് കൊടുക്കുന്നത്? അവൾ പണി എടുത്തെടുത്ത് അവളുടെ മുറിവ് പഴുക്കണം എന്ന് പറഞ്ഞു. ഇന്നലെ തുണി അലക്കിയത് അവളാണെന്നാണോ നീ കരുതിയിരിക്കണത്? എങ്കിൽ തെറ്റി, അർജുനാ തുണി അലക്കിയത്, അവൾ നോക്കി നിന്നതേ ഉള്ളൂ. ഈ നാണം കെട്ടവൻ വർക്ക്ഷോപ്പിൽ പോയില്ലായിരുന്നോ? നമ്മൾ അവളോട് എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും അർജുനായിരിക്കും ചെയ്യുക, അത് നീ ആദ്യം മനസ്സിലാക്കേണ്ട കാഞ്ചനെ. അപ്പം മീനു ഇതിൻ്റെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. മീനു എന്ന് വിളിച്ചു കാഞ്ചന. നീ അവിടെ നിന്നേ എന്ന് പറഞ്ഞു. അതെ, നിന്നോടല്ലേ ഞാൻ തുണി അലക്കാൻ പറഞ്ഞത്, നീ എന്തിനാ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ പറഞ്ഞിട്ടല്ല അർജുൻ ചെയ്തത്, അർജുൻ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാ. അതെ, ഞങ്ങൾക്കറിയാം, ഇനിയിപ്പം നിന്റെ ഭർത്താവല്ല അടിമയാ, അതുകൊണ്ടാണല്ലോ നീ പറയുന്നതൊക്കെ അവൻ അനുസരിക്കണത് എന്ന് ചോദിച്ചു. അപ്പം മീനിങ്ങനെ മിണ്ടാതെ നിൽക്കാം. എന്തായാലും ഇത്രയും പോളം പോകുന്ന ഒരു മുഴുവുണ്ട്, അതിനായിട്ടാണ് ഭർത്താവ് കൂട്ടിരിക്കണത്, കഷ്ടം തന്നെ നിന്റെ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല, മീനിങ്ങനെ നിൽക്കുക. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ അവസാനത്തെ കളിയാണ് എൻ്റെ കാഞ്ചനെ. താലി പോയി, ഇനി എൻ്റെ അമ്മോ, ഇനി എൻ്റെ മോൻ എന്താ സംഭവിക്കാമെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോഴും മിണ്ടാവുന്ന മീനു നിന്നു. അർജുൻ ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇവൻ്റെ ഒഴിഞ്ഞ കഴുത്ത് കാണാൻ നല്ല രസമുണ്ടല്ലേ അമ്മേ? ആ അതെ അതെ, പക്ഷേങ്കിൽ താലിമാലയൊക്കെ കഴുത്തിൽ തന്നെ കിടക്കാനായിട്ട് ഒരു യോഗം വേണം. ദേ ഇത് കണ്ടോ, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഈ താലി മഹേന്ദ്രേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ ശേഷം ഇന്നേ വരെ ഞാനിത് ഊരിയിട്ടേയില്ല. അതാ യോഗം എന്ന് പറയുന്നത്, അതിനൊക്കെ ഒരു ഈശാദ്യം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകെ സങ്കടമായി മീനുവിന്. അപ്പോൾ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. നിൻ്റെ കഴുത്തിൽ ഇനി ഒരു താരി വാങ്ങിച്ച് അർജുൻ കെട്ടാനൊന്നും പോണില്ല, അവൻ്റെ കയ്യിലൊരു നയാ പൈസ പോലും കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ കുറേ നേരം നിന്നു. എന്നിട്ട് ശേഷം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ പ്രതാപൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്താടാ നിൻ്റെ മുഖത്തൊരു ഭയങ്കര ഒരു വിഷമം പോലെ? അല്ല, എന്താണെന്ന് ചോദിച്ചാൽ ഒഴിഞ്ഞ കഴുത്തുമായിട്ട് എത്ര നാളാ മീനും ഇങ്ങനെ നടക്കുക. ഇനിയിപ്പം ആ കള്ളൻ്റെ കയ്യിൽ നിന്ന് ആ ചെയിൻ കിട്ടിക്കാണുമോ മകളെ? അതറിയില്ലല്ലോ, ആയിരുന്നെങ്കിൽ അവർ വിളിച്ചേനെ. നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷൻ വരെ പോയി ഒന്ന് അന്വേഷിച്ചാലോ? ശരി, നീ വാ എന്ന് പറഞ്ഞ് ഇവനെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേനും ആ SI ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നു. എന്ത് വേണം? ഞാൻ അർജുൻ എന്ന് പറഞ്ഞു. എന്താ കേസ്, എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മാഡം ഞാനിവിടെ ഒരു പരാതി കൊടുത്തിരുന്നു. എന്ത് പരാതി? അപ്പം അല്ല, എൻ്റെ ഭാര്യയുടെ മാല മോഷണം പോയിന്ന്. ഓ മനസ്സിലായി. ആ കേസല്ലേ? ശരിയാ. അല്ല, എന്തിനാ ഇപ്പോൾ വന്നത്? കേസ് കൊടുത്തതല്ലേ, പിന്നെന്താ? അല്ല, അതിന് എന്തായി എന്നറിയാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാ അല്ലേ? ശരി. അപ്പോൾ തന്നെ അവിടെ നിന്നൊരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട്, എടോ നമ്മൾ ആ കള്ളനെ പിടികൂടിയില്ലേ, ആ താലിമാല സെൽഫിലിരിപ്പുണ്ട്, അതിങ്ങെടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അപ്പോൾ പ്രതാപൻ പറയാണ്, ആഹാ കള്ളനെ പിടികൂടിയോ മാഡം, എന്നാൽ ഞങ്ങൾക്കത് കാണാൻ പറ്റുമോ അവനെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അർജുന് മനസ്സിലായി ഇവളെ വെറുതെ തട്ടിയതാണ്, SI കളിയാക്കിയതാണ് എന്ന്. അപ്പോൾ അർജുൻ പറഞ്ഞു, വേണ്ട അങ്ങള് എന്ന് പറഞ്ഞു. എടോ, പാതിരാത്രിക്ക് ഭാര്യയായിട്ട് കറങ്ങുമ്പോൾ സ്വന്തം താലിമാല സൂക്ഷിക്കേണ്ടതേ അവരവരുടെ ഉത്തരവാദിത്വമാണ്. അതെന്താ തനിക്കത് അറിഞ്ഞുകൂടായിരുന്നോ? പാതിരാത്രിക്ക് ഇറങ്ങുമ്പം ഇതൊക്കെ ഓർക്കണം. എന്നിട്ട് ഒരു പരാതി എഴുതി തന്നാൽ മതി. പരാതി മാത്രമല്ലല്ലോ തന്നത്, പിന്നെ വണ്ടി നമ്പർ അറിയില്ല, ആരാണെന്നറിയില്ല, ഒന്നും അറിയാതെ ഒരു കേസ്. അങ്ങനെ എത്ര കേസാണ് ഇവിടെ കിടക്കുന്നത്. ഒരു 5 പവൻ്റെ മാലയല്ലേ പോയിട്ടുള്ളൂ, 10-20 പവനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, അതിപ്പം അത് പോയി എന്നങ്ങ് വിചാരിച്ചേരെ എന്ന് പറഞ്ഞു. അതങ്ങനെ കളയാൻ പറ്റില്ല മാഡം, അത് ഞാൻ ആദ്യമായിട്ട് മീനുവിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത താലിയാ എന്ന് പറഞ്ഞു.
എടോ അങ്ങനെയാണെങ്കിലേ ആദ്യം തന്നെ സൂക്ഷിക്കണമായിരുന്നു, ഇല്ലെങ്കിലേ ഞങ്ങളുടെ പേരിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി പരാതി തരികയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എന്താണെങ്കിലും നിങ്ങളങ്ങ് ചെല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ SI ഇവരെ അപമാനിച്ചതുപോലെ പറഞ്ഞ് ഇറക്കി വിടുകയാണ്. ഹോ എൻ്റെ പൊന്നോ, ഇത് ഏത് ജന്മോ എന്ന് പ്രതാപൻ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ചോദിക്കുകയാണ്. ഇതുപോലത്തെ ഒരു സാധനത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താണെങ്കിലും നമ്മൾ തന്നെ നമ്മുടേതായ രീതിയിൽ അന്വേഷിച്ചാലേ ഇനി കാര്യം നടക്കുകയുള്ളൂ എന്ന് ഇവരിങ്ങനെ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, എന്താണെങ്കിലും അവളുടെ കഴുത്ത് അങ്ങനെ ഒഴിച്ചിടണ്ട എന്ന് പ്രതാപനും പറഞ്ഞിട്ട് പ്രതാപൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറെ കമ്മിറ്റി ഓഫീസിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോവാണ് അർജുനും. അപ്പോൾ അർജുൻ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ വർക്ക്ഷോപ്പിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വർക്ക്ഷോപ്പിലെ ആ ജോലിക്കാരൊക്കെ ഇങ്ങനെ ഇവൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അർജുൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട് സത്യേട്ടാ എന്ന് ചോദിച്ചു. കഴുത്ത മുറിവുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നാണ് പറയണ കേട്ടത്. റോഡ് തലയിടിച്ച് വീഴാഞ്ഞത് ഭാഗ്യം. മീനു അവളുടെ വീട്ടിലേക്ക് പിണങ്ങിയാണോ പോയത്? അപ്പോൾ സത്യനായിട്ട് അങ്ങോട്ട് വന്നിട്ട്, എടോ തനിക്ക് എന്തൊക്കെയാണോ അറിയേണ്ടത്, താൻ തന്നെ പണി ഏൽപ്പിച്ചത് ആദ്യം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നും നേരെ അപ്പോഴാണ് ഇത് അർജുൻ വരുന്നത്. ഈ സമയത്താണോടാ പണിക്ക് വരുന്നത് എന്ന് ചോദിച്ചു ചൂടായി. അതെ, തലയിരിക്കുമ്പോൾ വാലാടണ്ട, ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു സത്യൻ. അപ്പോൾ അർജുൻ പറഞ്ഞു, ഇല്ല, പോലീസ് സ്റ്റേഷൻ വരെ പോയതാ, മീനുവിൻ്റെ താലി പോയതല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാവോന്ന്. പക്ഷേങ്കിൽ അത് കിട്ടുന്ന ലക്ഷണമൊന്നും ഇല്ല സത്യേട്ടാ, എന്ത് ചെയ്യാനാ, ഇപ്പം ആകെ അതൊരു ധർമ്മസങ്കടത്തിലാണ്. എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ കഴുത്തിൽ എന്തെങ്കിലും ഒരു വാങ്ങിച്ചിടണമെന്നൊരാഗ്രഹമുണ്ട്. എന്നാൽ പിന്നെ അതങ്ങ് വാങ്ങിച്ചിട്ടൂടെ എന്ന് ചോദിച്ചു. അതിന് പൈസ വേണ്ടേ? ഓ അതാണല്ലേ. അതെ സത്യേട്ടാ, ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, അറിയാവുന്നത് കൊണ്ട് ചോദിക്കാം. എനിക്ക് കുറച്ച് പൈസ കടായിട്ട് തരാനുണ്ടോ എന്ന് ചോദിച്ചു. നീ എത്ര രൂപയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, കുറഞ്ഞതൊരു 3 പവനെങ്കിലും വാങ്ങണ്ടേ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? അപ്പം സത്യം പറഞ്ഞു, നിനക്കറിയാലോ എൻ്റെ വീട് പണി നടക്കുക, ഇപ്പം ആകെ ടൈറ്റില്ല, ഇപ്പം എന്താ ചെയ്യുക? അല്ല, ഇപ്പം താലിയിടണമെന്ന് എന്താ നിർബന്ധം എന്ന് അവിടെ നിന്ന് ആളിങ്ങനെ ചോദിച്ചപ്പോഴത്തേനും, അത് ശരിയാടാ, നീ ഒരു കാര്യം ചെയ്യുക, ഒരു മഞ്ഞച്ചാടാണെങ്കിലും വാങ്ങി കെട്ടിക്കൊടുത്താൽ മതി, അത് കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞു. താലി വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സത്യൻ മറ്റവൻ അങ്ങോട്ടേക്ക് പോയിട്ടോ. എന്നാൽ പിന്നെ ഇത്രയും താമസിച്ചില്ല വന്നത്, പണി തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് സ്പെയർ പാർട്സൊക്കെ എടുത്ത് ഇവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവരങ്ങ് പോയി. സത്യേട്ടാ, ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പോകട്ടോ, മീനുവിന് എന്താണെങ്കിലും മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യാനും മെഡിസിനൊക്കെ കൊടുക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് ഉച്ചയ്ക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞു. ശരിയിടാ എന്ന് പറഞ്ഞ് അവരും അങ്ങ് പോയി. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.